ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? എ. ജി. പി. പിള്ള, ബി. കെ. മാധവൻ നായർ, സി. ചോറ്റൂർ ശങ്കരൻ നായർ, ഡി. കെ. കേളപ്പൻ. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഉത്തരം സി. ചോറ്റൂർ ശങ്കരൻ നായർ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? എ. വാഗ്ഭടാനന്ദൻ, ബി. അബ്ദുൽ ഖാദർ മൗലവി, സി. കുര്യാക്കോസ്, ഡി. കേളപ്പൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം എ. വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? എ. വൈകുണ്ഠസ്വാമികൾ, ബി. ചട്ടമ്പി സ്വാമികൾ, സി. വാഗ്ഭടാനന്ദൻ, ഡി. അയ്യങ്കാളി. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം എ. വൈകുണ്ഠസ്വാമി. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? എ. ജ്യോതിറാവു ഫൂലെ, ബി. ഡി. കെ. കാർവെ, സി. ബാലഗംഗാധര തിലക്, ഡി. പണ്ഡിറ്റ് രമാബായി. 1916 പൂനെയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഉത്തരം ബി. ഡി. കെ. കാർവെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? എ. പൂനെ കരാർ, ബി. ചൗരി ചൗര സംഭവം, സി. ഒന്നാം വട്ടമേശ സമ്മേളനം, ഡി. രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? ഉത്തരം ബി. ചൗരി ചൗര സംഭവം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവമാണ്. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? എ. ബംഗാൾ, ബി. ബീഹാർ, സി. പഞ്ചാബ്, ഡി. മഹാരാഷ്ട്ര. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ഉത്തരം എ. ബംഗാൾ. സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? എ. കാൺപൂർ, ബി. ബോംബെ, സി. മദ്രാസ്, ഡി. ഡൽഹി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഉത്തരം ബി. ബോംബെ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? എ. വാറൻ ഹോസ്റ്റിങ്സ്, ബി. എം. ജി. റാനഡെ, സി. വില്യം ജോൺസ്, ഡി. രവീന്ദ്രനാഥ് ടാഗോർ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സി. വില്യം ജോൺസ്. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? എ. സുപ്രീം കോടതി, ബി. ഹൈക്കോടതി, സി. സുപ്രീം കോടതിയും ഹൈക്കോടതിയെയും, ഡി. ജില്ലാ കോടതി. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഉത്തരം ബി. ഹൈക്കോടതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? എ. 61 ഭേദഗതി, ബി. 42 ഭേദഗതി, സി. 73 ഭേദഗതി, ഡി. 76 ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്?
ഉത്തരം എ 61 ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി 61 ഭേദഗതി. വിദ്യാഭ്യാസം ഏതു ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ കൺകറന്റ് ലിസ്റ്റ്, ബി യൂണിയൻ ലിസ്റ്റ്, സി സ്റ്റേറ്റ് ലിസ്റ്റ്, ഡി ഇതൊന്നുമല്ല. വിദ്യാഭ്യാസം ഏതു ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം ഏതു ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? എ 2025 മെയ് 2, ബി 2025 മെയ് 3, സി 2025 മെയ് 4, ഡി 2025 മെയ് 6. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? ഉത്തരം എ 2025 മെയ് 2. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? എ ഡൊണാൾഡ് ട്രംപ്, ബി കമല ഹാരിസ്, സി മൈക്ക് വാൾട്സ്, ഡി JD വാൻസ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? ഉത്തരം ഡി JD വാൻസ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആര്? എ VP മേനോൻ, ബി KR നാരായണൻ, സി ജോൺ മത്തായി, ഡി KP കേശവമേനോൻ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആര്? ഉത്തരം എ VP മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആര്? എ TT കൃഷ്ണൻ, ബി ഗുൽസാരിലാൽ നന്ദ, സി ജവഹർലാൽ നെഹ്റു, ഡി കൃഷ്ണൻപിള്ള. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആര്? ഉത്തരം ബി ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? എ പാകിസ്ഥാൻ, ബി അഫ്ഗാനിസ്ഥാൻ, സി ചൈന, ഡി നേപ്പാൾ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഉത്തരം സി ചൈന. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? എ വിക്രം സാരാഭായ്, ബി ഡോക്ടർ രാജരാമണ്ണ, സി ഹോമി ജഹാംഗീർ, ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏത്? എ ആന്ധ്രാപ്രദേശ്, ബി തമിഴ്നാട്, സി ഗുജറാത്ത്, ഡി കർണാടക. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം എ ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏത്? എ ഗാന്ധിനഗർ, ബി വയനാട്, സി വാരണാസി, ഡി ഇവയൊന്നുമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏത്? ഉത്തരം സി വാരണാസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം വാരണാസിയാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്?
എ വി നാരായണൻ, ബി എസ് സ്വാമിനാഥൻ, സി കെ ശിവൻ, ഡി ജി മാധവൻ നായർ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം സി വി നാരായണൻ.